ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്നൊരു കുക്കിംഗ് വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ കാലമായി രംഗത്തിറങ്ങാതെ, കുക്കിംഗ് വീഡിയോ ഒന്നും വരാതെ. അപ്പോൾ പിന്നെ ഒന്നിട്ടേക്കാന്ന് വെച്ചു. ഒരു നല്ല വള്ളിച്ചീര കിട്ടിയിരുന്നു. സോ അതൊന്ന് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കുക നമുക്ക് നോക്കാം. ഒരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പിടാം. അതിലിട്ട് പകുതി സവാള, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഇല നമുക്കതിൽ ചേർക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. കുറേ വെള്ളം ചേർക്കരുത്, പരിപ്പുണ്ടെന്ന് വെച്ചിട്ട് കുറേ വെള്ളം ചേർക്കരുത്. സോ എന്താ പറഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങും ഇലയിൽ നിന്ന്. പിന്നെ ഇതാ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ മുളക് പൊടി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അല്ലി ഒരു 2-3 അല്ലി തന്നെ ഉള്ളൂ. ഞാനത് കീറിയിട്ടുള്ളതാണ്. അതാണ് ഇതുപോലെ കുറേ കാണുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതാ ഇലക്കറിക്ക് അരക്കുന്ന പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ഇതാ ഇതുപോലെ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഇല വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതാ 2 വിഷിൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇതാ തുറന്ന് നോക്കി. യെസ്, ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ വേണം വേവിക്കാനെന്ന് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായതായിരുന്നു കേട്ടോ. ഒരു ഹെൽത്തി ടിപ്സാണ്, അത് ഞാനിവിടെ ഷെയർ ചെയ്തു. ഓക്കെ, ഇതൊന്ന് നമുക്ക് അരവ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിലൊഴിച്ചിട്ട് തിളക്കിയിട്ട് നല്ലോണം തിളക്കാൻ വെക്കാം കേട്ടോ. പിന്നെ ചിലരൊക്കെ പറയും തേങ്ങ ചേർത്ത് പിന്നെ നല്ലോണം തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല. എനിക്ക് നല്ലോണം തിളപ്പിക്കണം, അല്ലെങ്കിൽ കറി ബാക്കി വന്നാൽ പിറ്റത്തെ നേരം കൊണ്ട് കളയേണ്ടി വരും ഗൈസ്. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലെ നല്ലോണം തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് കടുവറ ഒരു പ്രോസസ്സും കൂടിയുണ്ട്. ഇതാ കറി നല്ലോണം തിളച്ച് ഈ പരുവം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അതിനുശേഷം put some coconut oil and put some കടുവറ. ഓക്കെ, ഇതാ എന്നിട്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കാനില്ല കേട്ടോ. കറിവേപ്പിലയോ അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കാനില്ല. ഓൺലി കടുവും പിന്നെ വെളിച്ചെണ്ണയും മാത്രം കേട്ടോ. ഇതാ ഇതുപോലെ. എന്നിട്ട് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ചോറിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ്. പിന്നെ ഈ ഇല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹെൽത്തി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളെ എല്ലിൻ്റെ ഒക്കെ പശയില്ലേ, അതൊക്കെ വർദ്ധിക്കാനുള്ള ഗുണം ഇതിനുണ്ട്, ശക്തി ഇതിനുണ്ട്. അതാണ് ഈ ഇലൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, subscribe and stay tuned.